ചെങ്ങായി ഇവിടെ ഡോക്ടർ ഇല്ലല്ലോ. അതെ, ഇത് കാഷ്വാലിറ്റിയാ. ഇവിടെ കിടന്ന് ഒച്ച എടുക്കട്ടെ, എന്ത് കാര്യം? ഇവിടെ ഒച്ച എടുക്കല്ല, ഇവിടെ ഇത് ആൾക്കാരെ പറഞ്ഞ ഇപ്പം പറഞ്ഞ കാണാനല്ലേ. ഡോക്ടർ ഇപ്പൊ തന്നെ വരും. പല്ല് വെച്ചിട്ട് ഈ നിക്കണ് സഹിക്കാൻ പറ്റണില്ല. എക്സ്റേ കാണിച്ചിട്ട് വേണം അടുത്ത ടെസ്റ്റിന് കൊണ്ടുപോകാൻ. ചേട്ടാ, ഇത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലേ? നിങ്ങൾ എല്ലാവരും വന്ന് ഇതുപോലെ ഒച്ച എടുത്തിട്ട് വല്ല കാര്യമാണ്? നിങ്ങൾ ക്ഷമിച്ചിരിക്കും അവിടെ. നിങ്ങൾ ബഹളം വെക്കല്ലേ പ്ലീസ്. ഇത് ഗവൺമെന്റ് ആശുപത്രി വെച്ചിട്ട് ഇപ്പൊ നോക്കണ്ടെന്നൊന്നുമില്ല. ഒക്കെ മനുഷ്യന്മാരെന്നെയാണ് വയ്യാത്തവരൊക്കെ. അള്ളാ, പല്ല് വെച്ചിട്ട് അച്ഛൻ അക്ഷരട്ട് മിണ്ടാനും പറ്റണില്ല. എന്നിട്ട് നല്ലോലെ മിണ്ടുന്നുണ്ടല്ലോ, നല്ല ക്ലിയർ ആയിട്ട് മിണ്ടുന്നുണ്ടല്ലോ. അതിപ്പോ എത്യന്തരമില്ലാണ്ടായ പിന്നെ എന്തെങ്കിലും പറയണ്ടേ? എന്താ എന്റെ അസുഖം? എനിക്കല്ല, ചേട്ടനാ ആക്സിഡന്റ്. അതല്ല, എനിക്ക് വലിയ വേനല്ലാത്ത. അതെ, ക്ഷമിച്ച് നിൽക്കി. ഇതിലും വലിയ കേസ് ഇവിടെ വന്നേക്കണതാ. നിങ്ങൾ ഇങ്ങനെ ബഹളം വെക്കല്ലേ. ചേട്ടൻ അവിടെ പോയിന്ന് ഇരുന്നേ. ഓ, മനസ്സിലായി. അണ്ടല്ലേ ഒക്കെ ഈ ജാതി മനസ്സിലായി, പനിയാണ്. ചേട്ടൻ അവിടെ പോയി ഇരിക്ക്. ചേട്ടാ, നിങ്ങളെ കൂടി ഒച്ചയെടുത്ത് എനിക്ക് ശ്വാസം മുട്ട് കൂടും. എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടാ. ഞാൻ വിളിച്ചപ്പോ ഇപ്പൊ വരാന്നാ പറഞ്ഞത്. അത് ഡോക്ടർ ഇപ്പൊ വരാന്ന് പറഞ്ഞ പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? ശരി, ഞങ്ങൾക്ക് പിന്നെ അത് മാറ്റി പറയാൻ പറ്റൂല. അതെ, ഈ KL7 BR 7917 ബൈക്ക് ആരെങ്കിലും പാർക്ക് ചെയ്തിട്ടുണ്ടോ? KL7 BR 7917 എങ്ങാട് തള്ളിക്കൊണ്ടു പോണേ. ഇതൊക്കെ സുഖമില്ലാത്ത ആളുകളാണ്. അങ്ങോട്ട് നീക്കി വെച്ചാ അങ്ങോട്ട് മാറ്റങ്ങള് ബാക്കിൽ പോയിട്ട് അവിടെ അതിന്റെ പുറകിലേക്ക് തള്ളിക്കൊണ്ട് വരണേണ്. അങ്ങാട് മണിക്കൂറായി ഞങ്ങളുടെ ഡോക്ടറെ നോക്കി ഇരിക്കാൻ തുടങ്ങി. ഈ ബൈക്കാരുടെയാണ് ബൈക്ക്. KL7 BR 7917 ബൈക്ക് പാർക്ക് ചെയ്തിട്ടുണ്ടോ അവിടെ? ഞാൻ അവന്റെ വീട്ടിലാണല്ലോ പാർക്കേരിയല്ലോ വെച്ചിട്ട്. തന്നോടല്ലേടോ ഞാൻ അണ്ണാക്ക് പൊളിച്ച് ചോദിച്ചത്. എങ്ങനെ ചെവിയിൽ എന്താ പിണ്ണാക്കാണാ? ഞാൻ കേട്ടില്ലല്ലേ. ഞാനിപ്പോ ഇവിടെ ഫോണിൽ ഡോക്ടർ വരാത്തതിന് ഞാനത് ചവിട്ടിയാ കാണയിലിട്ടുണ്ട്, പോയി എടുത്തോ. ആ ബൈക്ക് കൊണ്ടുവന്നിട്ട് ആംബുലൻസ് പാർക്ക് ചെയ്യണ അതിന്റെ അടുത്താണ് പാർക്ക് ചെയ്ത് വെച്ചേക്കണ. ഇവന്മാരുടെ പരിപാടി ഇതാന്നേ. അതെ അതെ, ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ. എന്താണ് ഇവിടെ ഉച്ചാകുമ്പോ വന്നിരിക്കാണ് കണ്ട ആൾക്കാർ ഇവിടെ. ഇത് ഡോക്ടറെ കാണാൻ വേണ്ടി വന്ന, അല്ലാണ്ട് പൂരം കാണാൻ വന്നല്ല. അത് എവിടെ ഡോക്ടർ ഇല്ലല്ലോ ഇതിന്റെ ഉള്ളിൽ. ചേട്ടാ, ഡോക്ടർ ഭക്ഷണം കഴിക്കാൻ പോയൊക്കെയാണ്, ഇപ്പൊ വരും. ഇത് എന്ത് ഭക്ഷണം അപ്പൊ? അത് ആനേനെ മൂപ്പിൽ തിന്നണേ നേരമായിട്ട് തീർന്നില്ലേ? എന്താണ് അസുഖം? നിങ്ങളുടെ അസുഖം എന്താണ്? എനിക്ക് പല്ലുവേനയാണോ, അത് സഹിക്കാൻ വയ്യാണ്ടാ ഞാൻ ഈ പറഞ്ഞത്. പല്ലുവേന, ജലദോഷമോ തലവേദനയൊക്കെ ഉള്ളവര് നാളെ OP-യിൽ വന്ന് കാണിക്കും. ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. നാളെ OP-യിൽ വന്ന് കാണിക്കുക പറഞ്ഞ നാളെ വരെ വേദന ജന്റെ വാപ്പ തയ്ക്കും. മര്യാദക്ക് വർത്താനം പറയല്ല. ഡോക്ടറെ കാണാൻ പല്ലുണ്ടാവൂല. ഞാൻ ഉദ്ദേശിച്ചത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല. അത് തന്നെ ഉദ്ദേശിച്ചത്. എന്തായിരിക്കണോടെ പോയി എന്താ? എനിക്ക് മറ്റേ കണ്ണും പൊട്ടിക്കണ എനിക്കവിടെ. അല്ല, ഇതെന്താ ഉദ്ദേശിച്ച? എന്റെ മക്കളറിഞ്ഞ കയ്യും കാട്ടി ആദ്യം മര്യാദ പഠിക്കും. മര്യാദക്ക് സംസാരിക്കാൻ ഞാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പോലീസിനെ വിളിക്കും. അവിടെ പോയി കുത്തിയിരുന്നാളെ ചങ്ങായി. നിങ്ങൾക്ക് പല്ലുവേദന ഭ്രാന്താണോ? നിങ്ങൾക്ക് പല്ല് വേദനിച്ചിട്ട് മനുഷ്യൻ അവിടെ ഇരിക്കണോ? വെറുതെ വന്നിട്ട് തലക്കെട്ട് കെട്ടിയിരുന്ന ഭ്രാന്താണ് ഞങ്ങൾക്ക്. അതെ, താൻ അവിടെ ഇരുന്നേ. എല്ലാരോടും കൂടി പറയണേന്ന്, നിസാര പല്ലുവേദന, തലവേദന, ജലദോഷം ഒക്കെ ആണെങ്കിൽ നാളെ OP-യിൽ വന്ന് കാണും. ഇവിടെ അത്യാഹിത ആളുകളെ ചികിത്സിക്കാനിരിക്കുകയാണ് ഡോക്ടർ. എന്താ ഗുണ്ട? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞറിയൂ? 10 പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം ചേട്ടാ, ഞാൻ കുറെ കാലമായി ഇവിടെ ജോലി ചെയ്യണം. ഏതൊക്കെ ജാതി ആളുകളെ ഇവിടെ വന്നേന്ന് എനിക്കറിയാം. വെറുതെ ഇവിടെ കിടന്ന് മസിൽ പിടിക്കേണ്ട കാര്യമില്ല. സർക്കാർ ആശുപത്രിയിൽ വന്നാൽ മരുന്ന് മേടിച്ചിട്ട് മുണ്ടാതെ പോകാം. നിയമം പഠിപ്പിക്കണ്ട കേട്ടാ. പോലീസോ? പോലീസിന്റെ അല്ല, ഈ വയസ്സിന് പോലീസിന്റെ അല്ല. അക്രമം കാണിക്കണേ അന്നേക്കാ മുതിർന്ന കുട്ടികളുണ്ട്. എന്റെ കയ്യും കാലം അവര് തല്ലി മുറിക്കും. ഇക്കല്ലേ എന്റെ അച്ഛനെ വിളിച്ചത്? എന്ത്? എന്റെ അച്ഛനെ വിളിച്ചിട്ടല്ലേ ഞാൻ കളിച്ചത്. പിന്നെ ഈ പല്ല് തല്ലി വിളിക്കും പറഞ്ഞ അപ്പൊ ആജാതി വർത്താനം പറയണ്ട. മിണ്ടാതിരുന്നോടാ. മിണ്ടാതിരുന്ന കൈ കൊണ്ട് സംസാരിക്കണേ. അങ്ങാട് ഒതുക്കി വെക്കണോ? ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലേ, ഇങ്ങനെ കാണിക്കാവോ? അതെ, ഇത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാ. താനവിടെ മര്യാദക്ക് അവിടെ നിൽക്കുക. അങ്ങനെ പറയരുത് കുട്ടിയെ, അങ്ങനെ പറയരുത്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നല്ല അന്തസ്സായിട്ടുള്ള ആൾക്കാരുണ്ട് അവിടെ. പക്ഷെ ഇവിടെ
ഞങ്ങളൊക്കെ ഇഷ്ടം പോലെ ഗവൺമെന്റ് ആശുപത്രിയിൽ പോകുന്ന ആൾക്കാർ തന്നെയാണ്. അയാളായിട്ട് വർത്താനം പറഞ്ഞത് ആ മിണ്ടായിരുന്ന അവിടെ ഇരിക്കും. ആമിച്ച് പറയരുത്. അവിടെ ഇരിക്കും. നിങ്ങളെ മാതിരിയുള്ള ചില ആൾക്കാർ അവിടെ ഇവിടെ വിളിച്ചിട്ട് ഈ ഗവൺമെന്റ് ആശുപത്രിയിൽ ആളുകൾക്ക് ഇതിലെ പറഞ്ഞ അങ്ങോട്ട് നീക്കി വെക്കണു ഈ സാധനത്തിനാ. കണ്ണില് ചോര കുറച്ച് മേടിച്ച് ഒഴുക്കിയതാനെന്ന്. ഇതിവിടെ എല്ലാരും സുഖമില്ലാത്തവര് വന്നിരിക്കണ. തന്റെ അച്ഛൻ ആദ്യമായിട്ട് വലിയ പോകുന്നതൊക്കെ അല്ല. നീക്കി വെക്ക്. അറിയോ? അതെ, നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടാണ് അത്. ഇത് ഇവരുടെ സ്വന്തമാണെന്നുള്ള ഒരു ധാരണയാണ്. എന്റെ വാപ്പണ്ടാക്കിയത്. ഇയാളെന്റെ കയ്യിൽ മേടിച്ചിട്ടേ പോവുള്ളൂ. ഞങ്ങളുടെ സ്വന്തമാണ്. ഈ എന്റെ സ്വന്തം. ഈ ആരുടെ സ്വന്തം? ആൾക്കാരുടെ കൈ മേടിച്ചിട്ട് അതൊക്കെ ചെയ്യണത്. അല്ല, ഞാൻ ചോദിക്കുന്നത് പല്ലുവേദന തന്നെയാണോ അതോ പ്രാന്താണോ അത്? അല്ല, എനിക്ക് അറിയാൻ മേലാണ്ട് ചോദിക്കുക. താൻ അയാളെ ഇളക്കല്ലെടു. താൻ മിണ്ടാതിരിക്കടോ. അണ്ണാക്കിലിട്ട് ഞാൻ കുത്തും. ഞാൻ മിണ്ടായിരിക്കടോ. സ്കൂട്ടർ മാറ്റിരിക്കാൻ പോയി. അവൻ വിളിച്ചു പറഞ്ഞിട്ടപ്പോ ഞാൻ വന്ന് കൈ മുറിഞ്ഞിട്ട് സീരിയസ് എന്നാണല്ലോ പറഞ്ഞു. എന്നിട്ട് എന്താ ഡോക്ടറെ കാണിക്കാത്ത ചോരയാണല്ലോ പോണത്. എന്ത് കാഷ്വാലിറ്റിയിലെ ഡോക്ടർ ഇല്ലാന്നോ? അതെന്തോടെ ഇവിടെ ഡോക്ടർ ഇല്ലാത്ത? അത് ചോദിക്കാൻ ഡോക്ടർ ലീവാണ് സാർ. ലീവ്? ഇതൊരു കാഷ്വാലിറ്റിയിലാണോ? എത്ര രോഗികളോട് വന്നിരിക്കുന്നത്? ഇതിൽ സീരിയസ് ആയി പലരും ഉണ്ടാവില്ലേ? അവരുടെ ജീവൻ എന്തായാലും പറ്റിയ ആരും ഉത്തരവാദിത്വം പറയാ? അല്ല, ഇപ്പൊ വരും സാറേ. എപ്പോ വരുന്ന്? നിങ്ങളുടെ സൗകര്യത്തിന് വരാനാണോ? ഒന്നിനെ വിളിച്ചേ. കാര്യം അറിയണല്ലോ. ഇതൊരു താലൂക്ക് ആശുപത്രി അല്ലേ? ഒന്ന് വെച്ചല്ലോ. ഇത്ര നേരം അവരെ ഡോക്ടർ ഊണ് കഴിക്കാൻ പോയി പറഞ്ഞപ്പോ അയാൾ പറഞ്ഞ ലീവാണ്. എന്താണോ എന്ത് പറയാൻ? നമ്മളെന്ത് പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നെഞ്ഞുവേനുള്ളവരുണ്ട്. അല്ല, അറ്റാക്ക് ഉള്ളവരാണോ ഗ്യാസിന്റെ അസുഖം തനിക്ക് പറയാൻ പറ്റുമോ? അല്ല, ഇത് നമ്മളോട് പറഞ്ഞു. കുട്ടേട്ടൻ പറഞ്ഞ ആളുടെ മറ്റേ അപകടം പറ്റിയെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഇവിടെ എത്തിയത്. അയാളുടെ കയ്യും വെട്ടുകൊണ്ട് മുറിഞ്ഞിരിക്കുക. സ്റ്റിച്ചിടണ്ടേ? ബ്ലഡ് എത്ര പോയിട്ടുണ്ടാവും? അയാളുടെ തല ഇറങ്ങി വേണം എന്തായാലും പറ്റി ആര് സമാനം പറയും? അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെയുള്ളവര് വന്ന് ചോദിക്കണം. എന്തൊരു ശുണ്ഠിയായിരുന്നു അവനെന്നറിയാം സാറേ. അപ്പൊ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ മെക്കെട്ട് കയറിയിരുന്നു. അതെ, എന്തായാലും സൂപ്രണ്ട് സാറെ വിളിച്ചിട്ടുണ്ട്. എന്താണെന്ന് നമുക്കൊന്ന് അന്വേഷിക്കണം. ഇപ്പൊ ഡോക്ടർ വരണ്ടോ ഇല്ലല്ലോ അറിയട്ടെ. നമ്മളിങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങളൊക്കെ സംസാരിക്കുമ്പോ കയ്യാങ്കളിക്ക് വരുന്നവനെ വയസ്സിന് മൂത്ത ഒരാളാണ് ഞാൻ. 2 മണിക്കൂറായി ഈ വരിയിൽ ഇങ്ങനെ വന്ന് നിൽക്കണായി. 2 മണിക്കൂർ? ഈ പല്ലുവേദനയും അതിന്റെ കൂടെ തൂറാനും കൂടി മുറ്റാനുള്ള സ്ഥിതി ഒന്ന് നിങ്ങൾ ആലോചിച്ചോ. ടോയ്ലറ്റ് ഉണ്ടല്ലോ. അല്ല, ഉണ്ട് പറഞ്ഞ ഈ വരിയെന്ന് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ മുമ്പെന്നാ പോയി കഴിഞ്ഞാൽ പിന്നിലുള്ളവര് മുമ്പിൽ കയറൂലേ. അപ്പൊ പിന്നിലുള്ള അവിടെ കിടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ സഹിച്ചു നിൽക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനത്തെ ആൾക്കാരുടെ അടുത്താ ഈ തട്ടിക്കയറണതേ. അത് നിന്ന് തിരിയണം. വരട്ടെ, നമുക്ക് ചോദിക്കാം. അതൊന്ന് ചോദിക്കണം നിങ്ങൾ. എന്തോടെ അച്ഛനെ നെഞ്ചുവേന? നെഞ്ചുവേനയാണ്. ഈ നെഞ്ചുവേനുള്ള ആൾക്കാരൊക്കെ ആണല്ലോ ഇവിടെ ഇരിക്കണേ. എവിടെ വരണുണ്ട് സാറേ? എവിടെ വരണേ? ഇവിടെ ഒരു പ്രശ്നമില്ലേ? രാവ് സാർ ഇവിടുത്തെ സൂപ്രണ്ടല്ലേ? അതെ. 2 മണിക്കൂറായിട്ട് ഇവിടെ നടക്കുന്ന ബഹളങ്ങൾ വല്ലതും അറിയണ്ടോ? ഇല്ല. ഇതിപ്പോ ഏതായത് ഒരു കാഷ്വാലിറ്റി അല്ലേ? അതെ. 24 മണിക്കൂർ ഡോക്ടർ വേണ്ട ഒരു സ്ഥലമല്ലേ ഇത്? അതെ. ആണല്ലോ. അതെ. ഇവിടെയുള്ള രോഗികൾ കണ്ട നെഞ്ഞുവേനുള്ള രോഗിയുണ്ട് ഇവിടെ. കൈ മുറിഞ്ഞ് രക്തം മാറുന്ന കണ്ട തല കറങ്ങിയിരിക്കുന്ന രോഗിയുണ്ട്. ഇവർക്കൊക്കെ കൃത്യസമയത്ത് ചികിത്സ കിട്ടണ്ടേ? അതിനെന്താ സംഭവിച്ചവർ? ഇപ്പൊ എത്ര നേരമായി ഇവിടെ കാഷ്വാലിറ്റിയിലെ ഡോക്ടർ ഇല്ല? അതെന്താ അന്വേഷിക്കാത്ത? ഡോക്ടർ വന്നില്ലേ? വന്നില്ല സാറേ. ഇപ്പൊ ശരിയാക്കാം. എന്തിപ്പോ ശരിയാക്കാം? ഇപ്പൊ ശരിയാക്കാം. അതെ, ഒരു കാര്യം ഞാൻ പറയാം. ഉടനടി വേണ്ട നടപടി എടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഇത് കംപ്ലൈന്റ് ചെയ്യും. നിങ്ങളുടെ ജോലിയെ ബാധിക്കും ഇത്. ഇപ്പൊ ശരിയാക്കാൻ ഞാൻ പറഞ്ഞില്ലേ? ഇപ്പൊ ശരിയാക്കാം. നിങ്ങൾ ആരാ കുതിരവട്ടം പപ്പോ? വേറെ കുറയില്ല. തന്നെ ഇപ്പൊ ശരിയാക്കാ പറഞ്ഞോണ്ട് നടക്കണത്. വന്നില്ല ഡോക്ടർ. അതെ, ഞാൻ നമ്മുടെ നഗരസഭയുടെ ചെയർമാൻ എന്ന് വിളിക്കട്ടെ. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ഒന്ന് അറിയണല്ലോ. അല്ല, ഇത് കംപ്ലൈന്റുകൾ ചെന്നാലേ ഇവരൊക്കെ ശരിയാകെ. സത്യത, ഞാൻ സുഗതനാണ്. ഞാൻ ഇവിടെ ആരെങ്കിലും ഒരാൾ ചോദിക്കാനും പറയാനും വേണേ. കാലൊതുക്കി വെക്കടാ. അത് ഡോക്ടർ വീണ്ടും വന്നാ നിങ്ങളൊരു മനുഷ്യനാണോ? എന്താണ് കാണിച്ചോളൂ? കാണലും തീട്ട് ബൈക്കിട്ട് എന്റെ മിററും പോയി, ഹെഡ്ലൈറ്റും പോയി. എന്ത് കട്ടോടെ പാർക്കിംഗ് ഏരിയ ഇല്ല. ഇതാകുമ്പോ നടുക്കൊണ്ടിട്ടാണ് വണ്ടി പാർക്ക് ചെയ്യണം. എന്താ ഇങ്ങനെയാണ് ചെയ്യണത്? എന്തെങ്കിലും ആംബുലൻസ് രോഗികളായിട്ട് കയറി സൈഡിൽ പാർക്കിംഗ് ഏരിയയിൽ വെച്ചേക്കണേ. ഇങ്ങനെയാണ് ഇനി മേലെ